പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പെന്തക്കോസ്ത് അനുഭവവും പരിശുദ്ധാത്മാനുഭവവും ഒരിക്കൽ കൂടി നമുക്ക് ലഭിക്കുന്ന ദിവസമാണിന്ന്. ഇന്നലെ നമുക്ക് നല്ലൊരു കുമ്പസാരത്തിനായി ഒരുങ്ങാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഈ കുമ്പസാരത്തിലൂടെ കടന്നുപോയ നമ്മളെ, നമ്മുടെ ഹൃദയത്തിൽ മാമോദീസായിൽ ലഭിച്ച ആ പരിശുദ്ധിയെ, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി ഉജ്ജ്വലിപ്പിക്കുവാൻ ഈശോ അനുവദിക്കുന്ന ദിവസമാണിത്. നമുക്ക് സ്നേഹപൂർവ്വം നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. എന്താണ് ഈ പെന്തക്കോസ്ത് അനുഭവം? ഇന്ന് കുറഞ്ഞ ചെലവിൽ വലിയ കാര്യങ്ങൾ കിട്ടുന്ന സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടക്കുക. എല്ലാം കുറഞ്ഞ ചെലവ്, പക്ഷേ ഭയങ്കര റിസൾട്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. കുറച്ച് പൈസ മുടക്കി വലിയ വലിയ പ്രോഡക്റ്റുകൾ കടന്നു വരുന്നു. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ ആയിരങ്ങളുടെ മാനസാന്തരം, മാമോദിസ സ്വീകരിച്ചവർ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട്, ഒറ്റ പ്രസംഗം കൊണ്ട് എത്ര പേരാണ് മാനസാന്തരപ്പെട്ടത്. ഒരു മാമോദിസ സ്വീകരിച്ച് ഇവരുടെ ഗ്രൂപ്പിലേക്ക് കയറുകയായിരുന്നു, കടന്നു വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്കറിയാം, ഭയങ്കരമായൊരു അലയടിയായിരുന്നു അവിടെ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ഭീരുക്കളെല്ലാം ശക്തരായിത്തീരുന്നു, അവർ ധീരരായിത്തീരുന്നു. യേശുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. അതുപോലെ നമ്മൾ കാണുന്നു ഭാഷകളുടെ ഒരു വിസ്മയം. ഭാഷയൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. എല്ലാവരും അവനവൻ്റെ ഭാഷയിൽ കേൾക്കുക. ആരാ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. എല്ലാവരും അവൻ്റെ ഭാഷകളിൽ കേൾക്കുന്നു. ഭാഷയുടെ ഒരു വിസ്മയമാണ്. പെന്തക്കോസ്തായുടെ അനുഭവം നമുക്കറിയാം. സഭ രൂപപ്പെട്ടു. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി. ഇസ്രായേൽ ജനം പ്രത്യേകമായി തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ പെന്തക്കോസ്ത് നാളിൽ നമ്മൾ കാണുന്നത് എന്താണ്? സഭ ആരംഭം മുതൽ അവസാനം വരെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. വിസ്മയമായ പ്രവൃത്തികൾ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ മുൻപിൽ കർത്താവ് കാണിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33:16 അവസാനത്തിൽ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പറയുന്നത് മോശയാണ്. എന്താണ്? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കുമെന്ന് മോശ പറയുകയാണ്. ഇസ്രായേൽ ജനം അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തോടുള്ള യാത്ര, മേഘസ്തംഭത്തിലും അഗ്നിത്തൂണിലുമുള്ള യാത്ര, മന്ന ഭക്ഷിച്ചുള്ള യാത്ര, ചെങ്കടൽ കടന്നുള്ള യാത്ര, എല്ലാം ഒരു പ്രത്യേകതയായിരുന്നു, വ്യത്യസ്ത ജനതയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളും ആത്മാവ് വന്നു കഴിയുമ്പോൾ വ്യത്യസ്ത ജനതയായി മാറും, വ്യത്യസ്തത ഉണ്ടാവും. ഇതാണ് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ഫലം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. നമ്മളിത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. നല്ല സുഖമായിരുന്നു ഈശോയുടെ കൂടത്തിൽ. തിന്നു കുടിച്ച് കൂത്താടി പാട്ടുപാടി ഹല്ലേലൂയ പറഞ്ഞ് സങ്കീർത്തനങ്ങൾ ആലപിച്ച് അവർ നല്ല ജോളി അടിച്ച് നടക്കുകയായിരുന്നു ഈ 3 കൊല്ലം.
അതാണ് നമ്മൾ കാണുന്നത്. നല്ല സങ്കീർത്തനങ്ങൾ ഒന്നിച്ച് പാടുന്നു, ഒന്നിച്ച് ഭക്ഷിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നല്ല ആഘോഷങ്ങൾ. സുഖമായിരുന്നു ഈശോയുടെ കൂട്ടത്തിൽ നടന്നപ്പോൾ. ഈശോ പോയി കഴിഞ്ഞ് ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അവരുടേതായ രീതികളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തു നിന്നും കിട്ടുന്നത് എന്താണ്? അവർക്ക് അടിയിടിയും വഴക്കും കാരാഗ്രഹവും പീഡനവും ഒക്കെയാണ്. പക്ഷേ അവർ വ്യത്യസ്ത ജനതയായി നടക്കുകയാണ്. അവരെ അതൊന്നും ഏശുന്നില്ല. ഏശുന്ന ഒരു പ്രശ്നം ആരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. അന്നത്തേതൊന്നും ആ ഈശോയുടെ കൂട്ടത്തിൽ നടന്ന ഒരു കയ്യടികളോ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവരവരുടേതായ ജീവിത മേഖലകളിൽ കടന്നു പോകുമ്പോൾ അവർ വ്യത്യസ്ത വ്യക്തികളായി അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പായി അവരെ ഇതൊന്നും മേശാത്തതുപോലെ അവർ ജീവിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാത്ത ആരാ ഇവിടെ ഇരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കേട്ട് കേട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഒരു വ്യത്യസ്ത മകനായി മകളായി ആത്മാവിൽ നയിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്നേഹം, കളകൾ വളരുന്ന കാര്യം, പാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഈ തലങ്ങളിലൊക്കെ ഞാനൊരു വ്യത്യസ്ത വ്യക്തിയായി തീരണമെങ്കിൽ ഞാൻ ആരാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താണ് അവിടുന്ന് നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കൊണ്ടുപോകുന്ന ആരും കരുതേണ്ട. ഇനി ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി, ഇനിയിപ്പോൾ ശാലോമിലെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഇതിലും പങ്കെടുത്തു കഴിഞ്ഞു, ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, ഇനി ഞാൻ വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഒരു തലവും ഇല്ല, നമുക്ക് ഉള്ള തലം തന്നെയേ ഉള്ളൂ. ആ തലത്തിൽ തന്നെയാണ് ഈശോ നമ്മളെ നിർത്താൻ പോകുന്നത്. അതേ സാഹചര്യത്തിൽ നമ്മൾ വ്യത്യസ്തരായി മാറുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം. ഒരു പ്രത്യേകതയില്ല. കർത്താവ് വെച്ചിരിക്കുന്ന അതേ ജീവിതാന്തസ്സും അതേ ജീവിത തലങ്ങളും അതേ ജീവിത സാഹചര്യം. പക്ഷേ ഞാൻ വ്യത്യസ്ത വ്യക്തിയായിരിക്കും. എൻ്റെ മനോഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഞാൻ കാണാനായിട്ട് തുടങ്ങുകയാണ്. എനിക്ക് ലോകത്തിൻ്റെ കയ്യടിയും സാഹചര്യങ്ങളും ഒന്നും ഞാൻ തേടാത്തൊരു വ്യക്തിയായി മാറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ 3 ആത്മാക്കളെക്കുറിച്ച് നമ്മൾക്ക് കാണാം. 3 ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 1 ദൈവാരൂപി, പരിശുദ്ധാത്മാവ്, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നയാൾ. 2 സാത്താൻ്റെ അല്ലെങ്കിൽ ദുഷ്ടാരൂപിയും മനുഷ്യാരൂപിയും ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നെങ്കിൽ മറ്റു 2 അരൂപിയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ മാറി മറിഞ്ഞ് നിന്നോളും. ഇവർ 2 പേരും കൂടെ കൂട്ടുകൂടി നിന്നോളും. ഇത് 2 കൂടെ പത്രോസിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 23-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ആദ്യം വിളിക്കുന്ന പത്രോസിനെ സാത്താനെ എന്ന്. കണ്ടോ, ദുഷ്ടാരൂപി എന്നാണ് കർത്താവ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ എന്നറിയാം, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. മനുഷ്യാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നിന്നിൽ നടക്കുന്നത്. 2 കൂടെ ഒന്നിച്ച് വിളിക്കുക അവിടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നില്ല എങ്കിൽ, ആത്മാവിൽ നമ്മൾ നയിക്കപ്പെടുന്നില്ല എങ്കിൽ ഇവർ 2 പേരിങ്ങനെ മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ സമയം ദുഷ്ടാരൂപിയുടെ പ്രവർത്തനവും നമ്മൾ നടക്കില്ല. അങ്ങനെ നമ്മൾ പോകാറില്ല. മനുഷ്യാരൂപി, ഇത് 2-ൽ നമ്മൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിച്ചു കഴിയുമ്പോൾ, അഥവാ പരിശുദ്ധാത്മാവിനെ നമ്മൾ നന്നായി പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. 1-2 ജീവിതാനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അനേക ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലും 1-2 തലങ്ങൾ ഞാൻ പറയുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ആ വ്യക്തി അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുകയും ചെയ്തിരുന്നു ആ വ്യക്തിയെ. ഇത്ര വർഷമായിട്ടും ജോലിയില്ല. 10 വർഷമായിട്ട് ഇവിടെ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാണ്. ഇപ്പം ജോലി, നാളെ ജോലി, ഇപ്പം ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കയറിപ്പോയത്. 10 വർഷമായിട്ട് എഴുതാത്ത ടെസ്റ്റുകളും പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇതുവരെയായിട്ടും ജോലിയില്ല. പക്ഷേ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഇതാണ്, വളരെ നന്നായി ആത്മാവിൽ നിറഞ്ഞ ദൈവിക പ്രചോദനത്താൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷേ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് യാതൊരു സങ്കടവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പരാതിയില്ല. അതായത് മറ്റ് ജീവിത സാഹചര്യം ദൈവം വെച്ചത് തന്നെ. പക്ഷേ ഈ വ്യക്തിയുടെ മാറ്റം എന്താണ്? എൻ്റെ കർത്താവ് അനുവദിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊള്ളും.
അതിനു മുൻപ് എനിക്ക് ജോലിയും വേണ്ട, സാലറിയും വേണ്ട, ഞാനിങ്ങനെ ആയിരിക്കുന്നതാണ് എൻ്റെ ദൈവപിതാവിൻ്റെ ഇഷ്ടം. കണ്ടോ, അരൂപി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കടന്നു പോകേണ്ട മരുഭൂമിക്ക് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ മാറ്റമുണ്ടായി എന്ന മനോഭാവത്തിൽ മാറ്റമുണ്ടായി എന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. കിട്ടുന്ന ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭാര്യയുടെ സാലറി കൊണ്ട് അത്യാവശ്യം കുടുംബം, വളരെ അത്യാവശ്യമായിട്ട് കുടുംബം പോകുന്നവള് ഇത് മതി. ആ ഒരു നല്ലൊരു സമാധാനം ആ ജീവിതത്തിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. മറ്റൊരു വ്യക്തി എനിക്ക് നന്നായിട്ടറിയാം, വീസ കിട്ടാനായിട്ട് പൈസ കൊടുത്തു, ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, ഗൾഫിൽ പോകാനായിട്ട് പറ്റിയില്ല. ഗൾഫിൽ പോകാനായിട്ട് പറ്റിയിട്ടേയില്ല, ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് മുടക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടി ആയിരുന്നു. ആ വ്യക്തി പറഞ്ഞതാണ്, സാരമില്ല, എൻ്റെ ദൈവം എന്നെ ഈ ഒരു ഭയങ്കരമായ ഒരു അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോൾ എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ നിത്യസമ്മാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നുമല്ല സിസ്റ്ററെ എന്ന്. ഇതാണ് ഈ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നിറയാത്തതും പകുതി നിറഞ്ഞതുമൊക്കെ ആയിട്ടുള്ളതിൻ്റെ കുഴപ്പം. ഇതാണ് നമുക്ക് സംഭവിക്കുക. ഞാൻ ഇത്രയും സ്തുതിയും പ്രാർത്ഥനയും എല്ലാ ധ്യാനത്തിനും പോയിരിക്കുന്നു, എല്ലാ ബൈബിൾ വചനങ്ങളെല്ലാം ഞാൻ വരച്ച് വളരെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടിത് സംഭവിച്ചു? അത് ഞാൻ പറഞ്ഞത്, അരൂപി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാലും ജീവിത സാഹചര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന അതേപടി തന്നെ വരികയുള്ളൂ. അതൊന്നും മാറ്റിമറിച്ചിനെ തന്നെ ഒരു വലിയ ഉന്നത പദവിയിൽ ഒരു പീഠത്തിൽ കൊണ്ടുപോയി ഇരുത്തുവെന്നൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യം മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളിൽ നടക്കുക. വ്യത്യസ്ത ജനതയായി പോകും. ഇസ്രായേൽ ജനം വ്യത്യസ്ത ജനതയായി ഓർത്തുകൊണ്ട് അവർക്ക് എന്നും നല്ല മഴയും നല്ല പുഷ്പവൃഷ്ടിയും നല്ല പച്ചിലയും അല്ലെങ്കിൽ നല്ല പച്ചക്കറികളും ഒന്നുമല്ല ദൈവം കൊടുത്തത്. അവരുടെ ജീവിതത്തിൽ ദൈവം വെച്ച വഴികളിലൂടെ തന്നെ. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് കാണപ്പെട്ടു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമുക്ക് ഈ നവീകരണ ജീവിതാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കേണ്ട വലിയൊരു ബോധ്യമാണ് ഇത്. നമ്മളൊക്കെ കരുതുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനത്തെ എതിർ കാര്യങ്ങളൊന്നും സംഭവിക്കരുത്, എൻ്റെ പദ്ധതിക്കും എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും എതിരായതൊന്നും വരരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് ദൈവികമായ ചിന്തയേ അല്ല. ഇവിടെ കർത്താവ് സാത്താനോട് പത്രോസിനെ വിളിച്ചതുപോലെ തന്നെ നമ്മളെ നോക്കി പറയണം. ഈശോ കടന്നു പോകേണ്ട വഴികളിലൂടെ തന്നെ കടന്നു പോകണം. ഈശോയ്ക്കിനെ പരിശുദ്ധാത്മാവിൻ്റെ കുറവില്ലാങ്ങിട്ടോ. പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും നയിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് ഈശോ. പക്ഷെ കടന്നു പോകുന്ന വഴികൾക്ക് യാതൊരു മാറ്റം അപ്പച്ചൻ നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ഈശോ അയച്ചപ്പോൾ നടക്കേണ്ട വഴികൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മളവിടെ ചേർന്ന് നിന്നാൽ, അള്ളിപ്പിടിച്ച് നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊള്ളും. ഇതാണ് ഇവിടെ കാണേണ്ടത്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വെറും വിവാഹ ജീവിതത്തിൽ 4 വർഷം മാത്രം, ആകെ 4 വർഷമേ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് അങ്ങോട്ട് മരിച്ചുപോയി. ഈ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ, ആ മകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം മാനുഷികമായി നമുക്ക് വാക്കുകൾ ഇല്ല. കാരണം അവരുടെ കുടുംബജീവിതം, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അവർ സ്നേഹിച്ച് തീർന്നില്ല. കണ്ട് കൊതി പോലും തീർന്നതിന് മുമ്പ് കർത്താവ് ഒരെണ്ണത്തിനെയും കൊണ്ട് പോയി. ആ ഭാര്യയുടെ അടുക്കൽ സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ വ്യക്തിയോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ജീവിത നിഘണ്ടുവിൽ 4 വർഷമേ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആർക്കിതിനെ മാറ്റാൻ പറ്റും സിസ്റ്ററെ? പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയാണ് എഴുതപ്പെട്ട വചനം എന്ന് പറയുന്നത്. ആ വ്യക്തി എന്നോട് ചോദിച്ചതാണ്, കർത്താവിൻ്റെ ആ നിഘണ്ടുവിൽ, ജീവിത നിഘണ്ടുവിൽ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് 4 വർഷമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ കുറേ അലമുറയിട്ട് കരഞ്ഞ്, കുറേ വേദനിച്ച്, എൻ്റെ ദൈവത്തെ ഞാൻ പഴിച്ചു കളഞ്ഞ്, എൻ്റെ എനിക്കുണ്ടായിരിക്കുന്ന കുഞ്ഞിന് ഞാനൊരു ദുർമാതൃക കൊടുത്ത്, അല്ലെങ്കിൽ ആ സങ്കടം കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ പേരൻസിനെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെ അവരെയും കൂടെ ദുഃഖത്തിലാഴ്ത്തി ഞാൻ എൻ്റെ ജീവിതം ഒന്നും കൂടെ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് അവരെ ഞാൻ ഇടയാക്കണോ? ഇത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ദൈവമേ, മോശ പ്രാർത്ഥിച്ചു, നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ വ്യത്യസ്ത ജനതയാകും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയോ? പരിശുദ്ധാത്മാവിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയോ? അതോ പരിശുദ്ധാത്മാവ് നമുക്കിപ്പോഴും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ മാത്രം നിൽക്കുന്ന ഒരാളാണോ? പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളാണോ? വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്, മീൻസ് എൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ പരിപാലന കാണുവാനായിട്ട് എന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് പറഞ്ഞു നിക്കോദേമോസിനോട്, നിക്കോദേമോസേ, ഒരു വീണ്ടും ജനനം ആവശ്യമാണ്.
വീണ്ടും ജനനം ആവശ്യമാണ്. നിക്കോദേമോസിന് ഉണ്ടായോ വീണ്ടും ജനനം? ഉണ്ടായി. ഈശോയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായോ എന്ന് നമുക്കറിയത്തില്ല, ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നിക്കോദേമോസിന് ഉണ്ടായി. നിക്കോദേമോസ് രാത്രിയിൽ ആദ്യം കടന്നു വന്നയാൾ പിന്നീട് വളരെ പ്രധാനപ്പെട്ട നിർണായക നിമിഷങ്ങളിൽ നിക്കോദേമോസ് ഈശോയുടെ അടുക്കൽ കടന്നു വരുന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഈശോ പറഞ്ഞു വെച്ചു യോഹന്നാന്റെ സുവിശേഷം 3:8 കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇതൊന്നും നേരത്തെ വീണ്ടും ജനനത്തെക്കുറിച്ച് കുറേ വിവരണം നിക്കോദേമോസിന് പറഞ്ഞു കൊടുത്തു എങ്കിൽ ഇതിനകത്തൊന്നും ഈശോ വിവരണം പറഞ്ഞു കൊടുക്കുന്നില്ല. കാറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ ഈ കാറ്റിൻ്റെ പ്രവർത്തനം നിക്കോദേമോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിക്കോദേമോസ് ചേഞ്ച് ചെയ്തു, ആകപ്പാടെ മാറി. ഇപ്പോൾ ഈ മറയൊന്നും വേണ്ട ഈശോനെ കാണാനായിട്ട്, മറ കൂടാതെ വരാനായിട്ട് തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, മറ കൂടാതെ ജീവിക്കാൻ തുടങ്ങിയോ? നമ്മൾ എവിടെ വെച്ചാലും പോകാൻ തയ്യാറായോ? എങ്ങോട്ട് പോയാലും എങ്ങോട്ട് ചേഞ്ച് ചെയ്താലും മാറാൻ സന്നദ്ധനായോ? ഞാൻ എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, ഏത് ജീവിത സാഹചര്യമാണെങ്കിലും വേണ്ടില്ല, ഏത് ദുഃഖദുരിതങ്ങളുടെ നടുവിലാണെങ്കിലും വേണ്ടില്ല, ഏത് രോഗങ്ങളാണെങ്കിലും വേണ്ടില്ല. ചിലപ്പോൾ നമുക്ക് കാണത്തില്ലേ ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ ആനന്ദവും അനുഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. ഒരുപക്ഷെ ജീവിത പങ്കാളി രോഗിയാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം. ഞാനിങ്ങനെ ആത്മാവിനാൽ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ചലിക്കുവാൻ എന്തിനും ഞാൻ തയ്യാറാവും. എന്തും എൻ്റെ ജീവിതത്തെ കുലുക്കില്ല. ഒരു കെട്ടിടം പോലെ ഞാൻ നിൽക്കില്ല, ഒരു മരം പോലെ ഞാൻ നിൽക്കില്ല, ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കില്ല. ഞാൻ എപ്പോഴും ആത്മാവിൽ നയിക്കുന്ന വ്യക്തി ചലിച്ചുകൊണ്ടേയിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കുണ്ടാവും വേദനിപ്പിക്കുന്ന ട്രാൻസ്ഫറുകളും പണിഷ്മെൻറ്റുകളും, ജീവിതത്തെ പല രീതിയിൽ നമ്മളെ തകർക്കുന്ന രീതിയിൽ ഒരു പന പോലെ, ഒരു കെട്ടിടം പോലെ, അല്ലെങ്കിൽ വലിയൊരു മരം പോലെ നമ്മളെ ഇടിച്ചു തകർക്കുന്ന നിന്നർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഭയങ്കരമായ ജീവിത വേദനകൾ നമുക്കുണ്ടാവും. മുഴുവൻ പ്രത്യാശയും ആനന്ദവും നമുക്കിന്ന് നഷ്ടപ്പെടുന്ന രീതിയിലൂടെ നമ്മൾ കടന്നു പോയാലും ഈ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തകരില്ല. നമുക്ക് അവിടെയും ചലിക്കാൻ പറ്റും. കർത്താവ് നമ്മളെ ചലിപ്പിക്കും. ആരൊക്കെ നമ്മളെ ഇരുത്തിക്കളഞ്ഞാലും നമ്മൾ ഇരിക്കില്ല. നമ്മളിരിക്കുന്നില്ല, ഈശോ നമ്മളെ ഇരുത്തില്ല, പരിശുദ്ധാത്മാവ് നമ്മളെ ഇരുത്തില്ല. നമുക്ക് ചെയ്യാൻ കഴിവില്ലല്ലോ. അവിടെ നിന്ന് ഇതാണ് അരൂപിയിൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത. അതാണ് അവിടെ ഒരു പശ്ചാത്തലവും, അതായത് പശ്ചാത്തലം മീൻസ് നമ്മൾ കടന്നു പോകേണ്ട വഴികൾ മാറില്ല. പക്ഷേ അവിടെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് പൗലോസും ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവർ വചനമൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് പ്രത്യേകമായ അനുഭവങ്ങളൊന്നുമില്ല. എന്നാലും അവർ നിൽക്കാതെ പോവുകയാണ്, മൂവ് ചെയ്യുകയാണ്, കാറ്റ് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരവരുടെ പ്രവർത്തന മേഖലകൾ അവസാനം വരെ ദൈവം ഏൽപ്പിച്ചത് അങ്ങേയറ്റം അവർ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇനി നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മൾ അനേക തവണ വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും അതൊന്നും കൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, കർത്താവ് അവിടെ നിന്ന് പറയുന്നു, അവസാന ദിവസം, തിരുനാളിലെ അവസാന ദിവസത്തിൽ പറയുന്നൊരു കാര്യമാണ്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇതൊന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 7:37 അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്തൊഴുകും? വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന ജീവജലം പരിശുദ്ധാത്മാവാണ്. ജീവജലം പരിശുദ്ധാത്മാവിനെ പ്രതികരിക്കുന്ന അരുവികൾ ഒഴുകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അരുവി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഒക്കെയാണ്. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ചിന്തകൾ നമുക്ക് നിറയുന്നു. ഏതോ ഒരു ലോകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. വേദനകളുടെ പാരമ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എങ്കിലും അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുകയാണ്. അദൃശ്യമായൊരു ശക്തി നമ്മളെ നിറയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ഇന്ന് വരെ നമുക്ക് അസാധ്യമായിരുന്ന കാര്യങ്ങൾ, ജീവജലത്തിൻ്റെ അരുവി, ജലം പരിശുദ്ധാത്മാവാണ്. അരുവി എന്ന് പറയുമ്പോൾ ആ കൈവഴികൾ, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ എന്ന് പറയും, കൃപകൾ, ദാനങ്ങൾ എന്താണ്?
വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം നിറയുന്നില്ലേ? നിറഞ്ഞില്ലേ? ഈ ഒരു അനുഭവം നമ്മൾ എപ്പോഴോ സ്വന്തമാക്കി കഴിഞ്ഞതാണ്. അവിടുത്തെ ഫലങ്ങൾ എവിടുന്നാണ് ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുന്നതുകൊണ്ട് അരുവികൾ ഒഴുകുകയാണ്. എങ്ങനെ ഇങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്? സ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷം, കാറ്റും കോളുമാണെങ്കിലും അരുവികൾ ഒഴുകുകയാണ്. എന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈ സമാധാനമായി, സ്വസ്ഥതയായി, ക്ഷമയായി, ശാന്തതയായി, ആത്മസംയമനമായി നന്മ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഫലങ്ങളാൽ നമ്മൾ നിറയുകയാണ്. അരുവികൾ ഒഴുകുന്നു. വീണ്ടും അവിടുന്ന് നമ്മളെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. അനേകർക്ക് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ എനിക്ക് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ജീവജലത്തിൻ്റെ അരുവി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകുവാനായിട്ട് തുടങ്ങും. ഈ പന്തക്കുസ്ത അനുഭവത്തിൽ ജീവിക്കുവാൻ വീണ്ടും 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 ഈശോ നമ്മളെ വിളിക്കുകയാണ്. വചനം വായിച്ച് വിളിക്കുകയാണ്. ഈശോയെ, ഞാനിതാ, നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്നെ നീ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നിന്നെ ഇഷ്ടമുള്ള അന്തരീക്ഷങ്ങളിൽ നീ എന്നെ കൊണ്ടുപോയി വെക്കണമേ. അവിടെയാണ് നിന്നെ മഹത്വപ്പെടുത്താൻ നീ ഇടയാക്കുന്നത് എങ്കിൽ ഞാനിതാ വരുന്നു. എൻ്റെ ജീവിതത്തിലെ കളകളെ നമ്മൾ കണ്ടില്ലേ? അവരെ ഒക്കെ സ്നേഹത്തോടെ കാണുവാൻ എന്നെ പഠിപ്പിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. സ്നേഹത്തിൻ്റെ നിറവാ. റോമാക്കാർക്ക് ഇത് ലേഖനം 5:5 പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സ്നേഹം എന്നിൽ നിറച്ചു വെച്ചു. നമ്മൾ ആദ്യ ക്ലാസ്സിൽ കേട്ടില്ലേ? ഞാനിപ്പോൾ ഉയർന്നത്, ഞാനിപ്പോൾ വളർന്നത്, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം വന്നത് എനിക്ക് ആ മകൻ ഉണ്ടായത് കൊണ്ടോ, ആ കുഞ്ഞുണ്ടായത് കൊണ്ടോ, ഈ ജീവിത പങ്കാളി കണ്ടത് കൊണ്ടോ, ഈ ജോലി കിട്ടിയത് കൊണ്ടോ, ഈ വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം എനിക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിപ്പിക്കാതിരിക്കാം പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുള്ള സ്ഥലത്തെ വസിക്കുമല്ലെന്ന് നമുക്കറിയാം. ഇമ്പകരമല്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് ഒത്തുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തെ കുറച്ചും കൂടി നമുക്ക് മനോഹരമാക്കി തീർക്കുവാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഞാൻ ഇടവരുത്തുകയില്ല എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല എങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറയുവാനായിട്ട് സാധിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1:17 നമ്മൾ കാണുന്നുണ്ട്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു എന്ന്. ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പിതാവാണ്. പിതാവിൻ്റെ സ്നേഹമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുവാൻ പോകുന്നത്. ഇന്ന് ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. എല്ലാ ദാനവരങ്ങളും നൽകുന്നത് സ്വർഗീയ പിതാവാണ്. ഇതെല്ലാം ഇന്ന് രുചിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തോരാതെ വചനം വായിക്കുവാൻ, തോരാതെ പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാൻ, എൻ്റെ വാക്കുകളും സ്വരങ്ങളുമെല്ലാം സ്തുതിപ്പായി മാറുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളൊക്കെ ശക്തിയായി മാറുന്നു. ആത്മാവെ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആത്മാവെ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തഴക്കദോഷങ്ങൾ എന്നെ ആ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് ദുഃഖങ്ങളിൽ ആഴപ്പെടുത്തി, പ്രശ്നങ്ങളിൽ എന്നെ താഴ്ത്തി, നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തി എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന എല്ലാ ആ ദുശീലങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകി എങ്ങോട്ടും പോകത്തക്ക രീതിയിൽ, എന്തും ചെയ്യത്തക്ക രീതിയിൽ, എന്തും പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്നെ എന്നും മഹത്വപ്പെടുത്തുന്ന ജീവിക്കുന്ന ഒരു ആലയമാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3:16 6:19 ഒക്കെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിഞ്ഞുകൂടെ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആലയം, ഞാൻ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ നിന്ന്
എന്തൊക്കെ പുറത്തേക്ക് വരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കണം, നമുക്ക് സമർപ്പിക്കണം. ഒരിക്കൽ കൂടി ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടി ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറണം. വീണ്ടും ഈശോയുടെ സാക്ഷി എങ്ങോട്ട് വിളിച്ചാലും, ഏത് ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും, ഏത് ത്യാഗത്തിന് വിളിച്ചാലും, ഏത് സഹനങ്ങളിലൂടെ വിളിച്ചാലും ഞാനിതാ കർത്താവേ തയ്യാറാകുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ശാരീരിക സുഖങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട്, നമ്മുടെ ഒരു സുഖ സൗകര്യങ്ങളോ ഒന്നുമായിരിക്കരുത് നമ്മളെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന നല്ല മക്കളായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രത്യേകിച്ചും അൾത്താരയിലേക്ക് കടന്നു വരുന്ന ഈശോയെ, അങ്ങ് എന്നെ തൊട്ട് ഒരിക്കൽ കൂടി ഉജ്ജ്വലിപ്പിക്കണമേ. ഒരിക്കൽ കൂടി എൻ്റെ മനോഭാവങ്ങളെ മാറ്റണമേ. ഒരിക്കൽ കൂടി ഒരു വ്യത്യസ്ത മകനായി മാറുവാൻ അങ്ങനെ അനുവദിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി നമ്മുടെ ജീവിതത്തെ അൾത്താരയിൽ സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് ഇറങ്ങി വരണമേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളുടെ എല്ലാവിധ മനോഭാവങ്ങളും മാറ്റി അങ്ങേക്ക് പ്രിയപ്പെട്ടവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗീയ അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇതാ ഈശോനാട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ കൂപ്പി മുഴുഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. ദിവ്യകാരുണ്യ ഈശോ, വീണ്ടും ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് അരുളി ചെയ്തു. ആ വലിയ സൗഖ്യവും ആനന്ദവും പരിശുദ്ധാത്മ നിറവും നൽകി അനാഥത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ ഈശോ ഇതാ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞകാല ധ്യാനങ്ങളിലൂടെയെല്ലാം സ്വർഗത്തെ ലക്ഷ്യമാക്കി ഹല്ലേലൂയ പാടി സ്തുതിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരുന്നു. ഹല്ലേലൂയ സ്തുതികീർത്തനങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമായ ആ സ്തുതിഗീതങ്ങളിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഒരുക്കുകയാണ്. ഇന്നത്തെ ആരാധനയ്ക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ സെഹ്യോൻ ശാലയിൽ വന്നു നിറഞ്ഞ പാവനാത്മ സാന്നിധ്യത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം. അമ്മ ഈ അൾത്താരയിലുണ്ട്. സകല മാലാഖമാരും പരിശുദ്ധരും ഇതാ
നമ്മെ അണിയിച്ചൊരുക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങളിൽ യാചനാരൂപത്തിൽ വിടർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി ഒരിക്കൽ കൂടി കൊതിക്കാം. കൊതിയോടെ ആ ദിവ്യ സാന്നിധ്യം കടന്നു വരുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പുതിയ ഭാഷകളിൽ അവർ സംസാരിക്കും. രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, സുഖം പ്രാപിക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഈശോയെ, അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങളായി അങ്ങ് കൊടുത്ത എല്ലാ സ്വർഗീയ ദാനവരങ്ങൾ കൊണ്ടും അങ്ങയുടെ തിരുമുൻപിൽ യാചനയോടെ നിൽക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങയെ മഹത്വപ്പെടുത്തി കടന്നു പോകുന്ന ഈ ജീവിതത്തെ അങ്ങിപ്പോൾ ആശീർവദിക്കണമേ. വിശ്വാസികളുടെ സമൂഹത്തിൽ വന്നു നിറഞ്ഞ പാവനാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരേണമേ. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ഈ 4 ദിനമായി ധ്യാനത്തിൽ പങ്കെടുത്ത വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് പാവനാത്മാവെ പറന്നിറങ്ങണമേ എന്ന് വിശ്വാസ കണ്ണുകൾ ഉയർത്തി നമുക്കൊന്നിച്ച് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, എല്ലാവരും വിളിച്ചു. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, നോക്കിക്കണ്ട് വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. കരങ്ങൾ ഉയർത്തി പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും പാടൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വറ്റിവരണ്ടുപോയ ജീവിതാനുഭവങ്ങളെ ഒരിക്കൽ കൂടി ആത്മീയ മഴയാൽ നമ്മളെ നിറയ്ക്കുന്ന ഈശോയെ നമുക്ക് വിശ്വാസത്തിൽ ഒന്ന് കാണാം. ജീവിതത്തിന്റെ തകർക്കപ്പെട്ട ഓർമ്മകളിൽ, ജീവിതത്തിന്റെ മരവിച്ചു പോയ അനുഭവങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ വേദന നിറഞ്ഞ അനുഭവങ്ങളിലും പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നത് നമുക്കൊന്ന് കാണാം. ജീവിതത്തിന്റെ എല്ലാ ബലഹീനതകളിലും പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നത് നമുക്കൊന്ന് അനുഭവിക്കാം. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് നിക്കോദേമോസിനോട് അങ്ങ് പറഞ്ഞതുപോലെ ഈശോയെ, എൻ്റെ ജീവിതത്തെ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ, എല്ലാവർക്കുമായി സമർപ്പിക്കുവാൻ, എൻ്റെ എല്ലാ ജഡിക ബന്ധനങ്ങളിൽ നിന്നും, എൻ്റെ എല്ലാ ആത്മീയ ബന്ധനങ്ങളിൽ നിന്നും, എൻ്റെ ചിന്താമണ്ഡലത്തിലെ എല്ലാ മുറിവുകളിൽ നിന്നും ഇപ്പോൾ മോചനം തരുവാനായി പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിറഞ്ഞു നിന്ന ആത്മാവേ, ഈ ഗാനം പാടുമ്പോൾ എല്ലാവരും സ്തുതിക്കട്ടെ. സ്വതന്ത്രമായിട്ടും ഭാഷാപരത്തിലും സ്തുതിക്കട്ടെ.
കണ്ണുകൾ അടച്ചിരിക്കട്ടെ. ഈശോയുടെ സ്പർശനം അനുഭവിക്കട്ടെ. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് കാണട്ടെ. നമ്മുടെ ശരീരത്തിലേക്ക് സ്നേഹം ചൊരിയുന്നതെന്ന് അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനത്തിൽ പങ്കുചേരാം. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, എല്ലാവരും സ്തുതിക്കുക. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. കരങ്ങൾ കൂപ്പി നമുക്ക് മുട്ടുകുത്തി നിൽക്കാം ഈശോയുടെ തിരുസന്നിധിയില്. ആത്മാവിനെ സ്വീകരിച്ച ഉടനെ തന്നെ അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കുടുംബ ജീവിതത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്ക്, ശുശ്രൂഷ മേഖലകളിലേക്ക് അങ്ങയുടെ ആത്മാവിനോടൊപ്പം ഞങ്ങളും ഇതാ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഈശോയെ. ഈ 4 ദിനത്തിലെ ധ്യാനത്തിലൂടെ ഞങ്ങളെ സ്പർശിച്ചനുഗ്രഹിച്ച ഈശോയെ, ഞങ്ങളെ ആത്മാഭിഷേകത്തിൽ നിറച്ചതിനെ ഓർത്ത് അങ്ങൊരിക്കലും വേദനിക്കാൻ ഇടവരുത്തരുതേ. അങ്ങേക്ക് പ്രീതികരമായി ജീവിക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു ഈശോയെ. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും വേദികളിൽ ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരട്ടെ. നമുക്ക് ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തണം. ഈ ആശീർവാദത്തിന്റെ മുൻപില് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രവർത്തന മേഖലകളെ നമ്മൾ ചേർത്ത് നിർത്തണം. അവിടുന്ന് നമ്മളെ പറഞ്ഞയക്കുന്ന എല്ലാ മേച്ചിൽപ്പുറങ്ങളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അവിടെയെല്ലാം ആത്മാവിന്റെ അഭിഷേകവും ദിവ്യമായ സാന്നിധ്യവും നിറയട്ടെ. നമുക്ക് കൊണ്ടുവരാം ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും. സ്നേഹപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. പുതിയ അനുഭവങ്ങൾ, ഉൾക്കാഴ്ചകൾ, ബോധ്യങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പെടുത്തലുകൾ എല്ലാം ഈശോ ഇതാ നമ്മളിലേക്ക് വാരിക്കോരി തരികയാണ്. നമുക്കൊരു നിമിഷം മൗനമായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഉള്ളിൻ്റെ ഉള്ളറകളിൽ നമ്മൾ അനുഭവിച്ച ദൈവാനുഭവം ഒന്ന് സ്വന്തമായി സ്വീകരിക്കാം. ഉള്ളിൽ നമ്മൾ അനുഭവിച്ച ആനന്ദം നന്ദിയോടെ നമുക്കൊന്ന് ഉയർത്താം. ഈശോയെ, അങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എന്നെ തന്നെ ഇതാ ഞാൻ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ
മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ.